2014 ലോകകപ്പിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ഹാമിസ് റോഡ്രിഗസ്. മൊണോക്കോക്ക് വേണ്ടി തകർത്താടുന്ന ആ യുവതാരം കൊളംബിയൻ നാഷണൽ ടീമിലേക്കുള്ള വരവോടുകൂടിയാണ് അയാളെ ലോകം ശ്രദ്ധിക്കുന്നത്. ബ്രസീൽ വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കൊളംബിയയും ഉറുഗ്വേയും പോരടിച്ച മത്സരത്തിലാണ് അയാളിലെ പ്രതിഭയെ കൂടുതൽ അടുത്തറിയുന്നത്. 28-ാം മിനിറ്റിൽ റോഡ്രിഗസിലൂടെ ലീഡെടുത്ത കൊളംബിയ 50-ാം മിനിറ്റിലാണ് മാറാക്കാനയെ ഞെട്ടിച്ചുകൊണ്ട് ആ അത്ഭുത ഗോൾ പിറക്കുന്നത്. കൊർട്ടാഡോ ഉയർത്തി നൽകിയ പന്തിനെ ചെസ്റ്റിൽ സ്വീകരിച്ച റോഡ്രിഗസ് തന്റെ ശരീരം ഗോൾമുഖം ലക്ഷ്യം വെച്ച് തിരിച്ച് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു കിടിലൻ വോളി. ഉറുഗ്വൻ കീപ്പർ മുസ്ലേരയ്ക്ക് യാതൊരു അവസരവും നൽകാതെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് ക്രോസ് ബാറിൽ ഇടിച്ചിറങ്ങുന്ന കാഴ്ച. മാറാക്കാനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് റോഡ്രിഗസിന്റെ ഇരട്ട ഗോളിലാണ് ഉറുഗ്വേയെ അന്ന് കൊളംബിയ തകർത്ത് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചത്. വേൾഡ് കപ്പിലെ മികച്ച ഗോളായി തെരഞ്ഞെടുക്കുകയും ടൂർണമെന്റിലെ പ്രകടനത്തിൽ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറി ബ്രസീലിന്റെ ഗോൾഡൻ ബൂട്ടും ഏറ്റുവാങ്ങിയാണ് ജെയിംസ് റോഡ്രിഗസ് അന്ന് കളം വിട്ടത്. ഒടുക്കം സൂപ്പർ താരത്തെ തേടി റിയൽ മാഡ്രിഡ് രംഗത്തെത്തിയതും പിന്നീട് ലോണിൽ ബയേണിലേക്കും തിരിച്ചു മാഡ്രിഡിലേക്കും തുടർന്ന് എവർട്ടണും അൽറയ്യാനും ഒളിമ്പിയാക്കോയും ഒടുവിൽ സാവാപ്പോളയുമെല്ലാം അയാളുടെ കരിയറിലെ കറുത്ത അധ്യായങ്ങളാണ്. സൂപ്പർ താരങ്ങളുടെ വിളയാട്ടം തീർത്ത സിദാൻ യുഗത്തിൽ പലപ്പോഴും അയാൾക്ക് സൈഡ് ബെഞ്ചിൽ മാത്രമായിരുന്നു സ്ഥാനം. ബയേണിലും റയലിലുമായി അഞ്ചലോട്ടിക്കു കീഴിൽ നിറഞ്ഞു കളിച്ച റോഡ്രിഗസിന് പിന്നീടുള്ള പരിക്കുകൾ അയാളെ പിറകോട്ടടിച്ചു. ഒടുക്കം കൊളംബിയയുടെ നാഷണൽ ടീമിലും അയാൾക്ക് സ്ഥാനം കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ ആ പ്രതിഭയെ ലോകം മറന്നു തുടങ്ങിയതായിരുന്നു. ഏതൊരു പ്ലെയറും ആഗ്രഹിക്കും വിധം കരിയറിൽ ഗംഭീര തുടക്കം ലഭിച്ച റോഡ്രിഗസിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വാടിത്തളർന്നു പോകുന്ന സങ്കടകരമായ നിമിഷമായിരുന്നു അത്. പിന്നീട് അർജന്റീൻ മാനേജർ ലോറൻസയുടെ കടന്നുവരവോട് കൂടിയാണ് കൊളംബിയക്കും റോഡ്രിഗസിനും ഒരു ഉണർവ് ലഭിക്കുന്നത്. ലോറൻസയുടെ ടീമിൽ നായകനായി തിരിച്ചുവന്ന് ഈ കോപ്പയിൽ അയാൾ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഒരു ഗോളും 6 അസിസ്റ്റുമായി ലിയണൽ മെസ്സിയുടെ 2021 ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരമെന്ന റെക്കോർഡ് തിരുത്തിക്കുറിച്ച് കൊളംബിയയുമായി ഒരു സ്വപ്നയാത്രയാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുമ്പ് ബ്രസീലിന്റെ മണ്ണിൽ അയാൾ തീർത്ത വിസ്മയങ്ങൾ ഇവിടെ കോപ്പ അമേരിക്ക 2024 അത് ആവർത്തിക്കുകയാണ്. കരിയർ അവസാനിച്ചു എന്ന് വിധിയെഴുതിയവർക്ക് മുമ്പിലൂടെ തന്നെ അയാൾ തിരിച്ചു വന്നിരിക്കുകയാണ്. കിരീടത്തിലേക്ക് ഒരു മത്സരം അകലെ കൊളംബിയ എത്തി നിൽക്കുമ്പോൾ ലിയണൽ മെസ്സിയുടെ അർജന്റീനയെ അവർ എങ്ങനെ നേരിടുമെന്നതാണ് ഇനിയുള്ള ദൗത്യം. കൊളംബിയ കൊണ്ട് പുതുചരിത്രം കുറിക്കാൻ റോഡ്രിഗസിനും സംഘത്തിനും സാധിക്കട്ടെ.